ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം മൂന്നാമത് സ്കന്ധത്തിലെ 29ാമത് അധ്യായം. ദേവഹൂതിരുവാച. ഒന്നാമത് ശ്ലോകം. ലക്ഷണം മഹദാദീനാം പ്രകൃതേ പുരുഷസ്യ ച സ്വരൂപം ലക്ഷ്യതേ മീശാം യേന തത് പാരമാർത്ഥികം. ശ്ലോകം 2. യഥാ സാംഖ്യേഷു കഥിതം യന്മൂലം തത് പ്രചക്ഷതേ ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശ പ്രഭോ. ശ്ലോകം 3. വിരാഗോ യേന പുരുഷോ ഭഗവൻ സർവദോ ഭവേത് ആചക്ഷ്വ ജീവലോകസ്യ വിവിധാ മമ സംസൃതിഃ. ശ്ലോകം 4. കാലസ്യേശ്വരരൂപസ്യ പരേഷാം ച പരസ്യ തേ സ്വരൂപം ബദ കുർവന്തി യഥേതോ കുശലം ജനാഃ. ശ്ലോകം 5. ലോകസ്യ മിഥ്യാഭിമേതരജക്ഷുഷശ്ചിരം പ്രസുപ്തസ്യ തമസ്യ നാശ്രയേ ശ്രാന്തസ്യ കർമ്മസ്വനുവിത്തയാ ധിയാ ത്വമാവിരാസി കില യോഗഭാസ്കരാ. മൈത്രേയ ഉവാച. ശ്ലോകം 6. ഇതി മാധുർവചസ്ലക്ഷ്ണം പ്രതിനന്ദ്യ മഹാമുനി ആബഭാഷേ കുരു ശ്രേഷ്ഠ പ്രീതസ്താം കരുണാർദിത. ശ്രീ ഭഗവാൻ ഉവാച. ശ്ലോകം 7. ഭക്തിയോഗോ ബഹുവിധോ മാർഗൈർഭാമിനി ഭാവ്യത്തെ സ്വഭാവഗുണമാർഗേണ പുംസാം ഭാവോ വിഭിദ്യത്തെ. ശ്ലോകം 8. അഭിസംധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവ വാ സംരഭി ഭിന്നദൃഗ്ഭാവം മയി കുര്യാത് സ താമസ. ശ്ലോകം 9. വിഷയാനഭിസന്തായ യശ ഐശ്വര്യമേവ വാ അർച്ചാദാവർച്ചയേദ്യോ മാം പൃഥഗ്ഭാവഃ സ രാജസ. ശ്ലോകം 10. കർമ്മനിർഹാരമുദ്ദിശ്യ പരസ്മിൻ വാ തദർപ്പണം യജേദ്യഷ്ടവ്യമിതി വാ പൃഥഗ്ഭാവഃ സ സാത്വിക. ശ്ലോകം 11. മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശയേ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംബസോംബുദൗ. ശ്ലോകം 12. ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം അഹൈതുക്യവ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. ശ്ലോകം 13. സാലോക്യാ സാഷ്ടി സാമീപ്യ സാരൂപ്യൈകത്വമപ്യുത ധീയമാനം ന ഗൃഹ്ണന്തി വിനാമത്സേവനം ജനാഃ. ശ്ലോകം 14. സ ഏവ ഭക്തിയോഗാഖ്യ ആത്യന്തിക ഉദാഹൃത യേനാദിവ്രജ്യ ത്രിഗുണം മദ്ഭാവായോ ഭവദ്യതേ. ശ്ലോകം 15. നിഷേവിതേനാനിമിത്തേന സ്വധർമ്മേണ മഹീയസാ ക്രിയായോഗേന ശസ്തേന നാദി ഹിംസ്രേണ നിത്യശാ. ശ്ലോകം 16. മദ്ദിഷ്ണ്യദർശനസ്പർശ
पूजास्तुत्यभिवन्दनैः भूतेषु मद्भावनया सत्त्वेन संगमेन च। श्लोकं 17 महदां बहुमानेन दीनानामनुकम्पया मैत्र्या चैवात्मतुल्येषु यमेन नियमेन च। श्लोकं 18 आध्यात्मिकानुश्रवणान्नाम संकीर्तनाच्च मे आर्जवेनार्यसङ्गेन निरहङ्क्रियया तदा। श्लोकं 19 मद्धर्मणो गुणैरेदै परिसंशुद्ध आशया पुरुषस्याञ्जसाभ्येदि श्रुतमात्रगुणं हि माम्। श्लोकं 20 यदा वादरदो घ्राणमावृन्ते गन्ध आशयात् एवं योगरदं चेद आत्मानमविकार्यत्। श्लोकं 21 अहं सर्वेषु भूतेषु भूतात्मावस्थितः सदा तमवज्ञाय मां मर्त्या कुरुतेर्चाविडम्बनम्। श्लोकं 22 यो मां सर्वेषु भूतेषु सन्तमात्मानमीश्वरं हित्वार्चां भजते मौढ्याद् भस्मन्येव जुहोति सा। श्लोकं 23 दिशद परगाये मां मानिनो भिन्नदर्शिन भूतेषु बद्धवैरस्य न मनःशान्तिं मृच्छति। श्लोकं 24 अहमुच्चावचैर्द्रव्यै क्रिययोल्पन्नयानगे नैव तुष्येर्चिदोर्चायां भूतग्रामावमानिना। श्लोकं 25 अर्चादावर्चयेत्तावदीश्वरं मां स्वकर्मकृत् यावन्न वेद स्वहृदि सर्वभूतेष्वस्थितम्। श्लोकं 26 आत्मनश्च परस्यापि यः करोत्यन्तरोदरं तस्य भिन्नदृशो मृत्युर्विदधे भयमुल्बणम्। श्लोकं 27 अधमां सर्वभूतेषु भूतात्मानं कृतालयम् अर्हयेद्दानमानाभ्यां मैत्र्या भिन्नेन चक्षुषा। श्लोकं 28 जीवा श्रेष्ठा ह्यजीवानां ततः प्राणभृतः शुभे ततः सचित्ता प्रवरास्ततश्चेन्द्रियवृत्तया। श्लोकं 29 तत्रापि स्पर्शवेदिभ्यः प्रवरारसवेदिना तेभ्यो गन्धविदः श्रेष्ठास्तदशब्दविदो वराः। श्लोकं 30 रूपभेदे विदस्तत्र ततश्चोभयदो ददा तेषां बहुपदा श्रेष्ठाश्चतुष्पादस्ततोऽधिपाद्। श्लोकं 31 ततो वर्णाश्च चत्वारस्तेषां ब्राह्मण उत्तम ब्राह्मणेष्वभिवेदज्ञो ह्यर्थज्ञो अभ्यधिकस्तदा। श्लोकं 32 अर्थज्ञा संशयश्चेता तदश्रेयान् स्वकर्मकृत् मुक्तसङ्गस्ततो भूयानदोग्धा धर्ममात्मना। श्लोकं 33 तस्मान्मय्यर्पिता शेषक्रियार्थात्मा निरन्तरा मय्यर्पितान् मनः पुंसो मयि सन्न्यस्तकर्मणा न पश्यामि परं भूतम् अकर्तुं समदर्शनात्।
ശ്ലോകം 34. മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. ശ്ലോകം 35. ഭക്തിയോഗശ്ച യോഗശ്ച മയാ മാനവ്യുദീരിത യയോരേകതരേനൈവ പുരുഷം വ്രജേത്. ശ്ലോകം 36. ഏതദ് ഭഗവതോ രൂപം ബ്രഹ്മണ പരമാത്മന പരം പ്രധാനം പുരുഷം ദൈവം കർമ്മ വിചേഷ്ടിതം. ശ്ലോകം 37. രൂപഭേദാസ്പദം ദിവ്യം കാല ഇത്യഭിധീയതേ ഭൂതാനാം മഹദാദീനാം യദോ ഭിന്നദൃശാംഭയം. ശ്ലോകം 38. യോന്ത പ്രവിശ്യ ഭൂതാനി ഭൂതൈരത്യഖിലാശ്രയാ സ വിഷ്ണുക്യോദിയജ്ഞോസൗ കാല കലയതാം പ്രഭു. ശ്ലോകം 39. ന ചാസ്യ കശ്ചിദ്ദൈതോ ന ദ്വേഷ്യോ ന ച ബാന്ധവ ആവിശത്യപ്രമത്തോസൗ പ്രമത്തം ജനമന്തകൃത്. ശ്ലോകം 40. യദ്ഭയാദ്വാദിവാദോയം സൂര്യസ്തപതി യദ്ഭയാദ് യദ്ഭയാദ് വർഷതേ ദേവോ ഭഗണോ ബാധി യദ്ഭയാദ്. ശ്ലോകം 41. യദ്വനസ്പതയോ ഭീത ലതാശ്ചൗഷാദിഭിः സഹ സ്വേ സ്വേ കാലേ വിഗൃഹ്ണന്തി പുഷ്പാണി ച ഫലാനി ച. ശ്ലോകം 42. സ്രവന്തി സരിതോ ബീജാനോത്സർപ്പത്യുദധിര്യത അഗ്നിരിന്ദേ സഗിരിഭിർ ഭൂർണ മജ്ജതി യദ്ഭയാദ്. ശ്ലോകം 43. നബോദദാദിശ്വസദാം പദം യന്നിയമാദദ ലോകം സ്വദേഹം തനുദേ മഹാൻ സപ്തഭിരാവൃതം. ശ്ലോകം 44. ഗുണാഭിമാനിനോ ദേവ സർഗാദിശ്വസ്യ യദ്ഭയാദ് വർത്തന്തേനു യുഗം യേഷാം വശ ഏതച്ചരാചരം. ശ്ലോകം 45. സോനന്ദോന്തകരക്കാലോനാദിരാദികൃതവ്യയ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. തൃതീയ സ്കന്ധത്തിലെ 29ാമത് അധ്യായം മുടിവടയരുത്.